ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം റെമഡിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡി ആയിരിക്കും ഇത്. എത്ര വലിയ ചുമയുണ്ടെങ്കിലും കഫക്കെട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പനിയുള്ളവർക്കും ഒരുപോലെ കുടിക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരയ്ക്കും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ചുമ, പനി, കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും വളരെ നല്ലതാണ്. സോ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് കാണാം. അതിനേക്കാളും മുന്നായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടെ പ്രസ് ചെയ്യാം. സോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരലിലോ അല്ലെങ്കിൽ മിക്സി ജാറിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഒരു അഡൽറ്റിന്, അതായത് ഒരു വലിയൊരു ആൾക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. അതിനുശേഷം ഒരു സ്പൂണ് ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ഗ്രാമ്പുമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 4-5 ഏലക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരലിലാണെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കുക. ഈ പറഞ്ഞ അളവ് ഒരാൾ കഴിക്കാനുള്ള അളവാണ്. കൂടുതൽ പേർക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഇതേ അളവ് എത്ര പേരാണോ അതനുസരിച്ചിട്ട് അളവ് കൂട്ടണം. അതിനുശേഷം നമ്മളൊരു സ്റ്റൗവിൽ, ഇത് ഒരാൾക്കായതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം, ഇത് വലിയവർക്ക് പറഞ്ഞ അളവാണല്ലോ, അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവിനേക്കാളും പകുതി അളവ് ഇൻഗ്രീഡിയൻസ് എടുത്ത് ചതച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്, സിമ്മിൽ വെച്ചിട്ട് മാത്രമേ തിളപ്പിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൽ നന്നായിട്ട് ഒരു ഇളം ചൂട് വന്നതിന് ശേഷം, ചൂടോടെ ചെയ്യാൻ പാടില്ല, ഒരു ഇളം ചൂട് വന്നതിന് ശേഷം പകുതി ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. ചൂടോടെ ഒരിക്കലും നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കരുത്. ഇളം ചൂടായതിനു ശേഷം മാത്രം പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്, നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, നല്ല പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തുളസി ഇല ഉണ്ടെങ്കിൽ തുളസി ഇല ഫ്രഷ് ആയിട്ട് ഇതിൽ തിളപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളം ചൂടായിട്ടുണ്ട്. ഇളം ചൂടിൽ നമ്മൾ അടുത്തത് 1 സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കണം. തേൻ 1 സ്പൂണ് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് കൂട്ടുകയാണെങ്കിലും ചെയ്യാം. തേൻ ചേർക്കുന്നത് നമ്മുടെ ഈ കഫക്കെട്ടിനും ചുമയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഈ ഡ്രിങ്ക് കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ എണീറ്റ ഉടൻ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമുക്ക് വെറും വയറ്റിൽ കുടിച്ചാൽ ചിലർക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചായക്ക് കാപ്പിക്ക് പകരം വൈകുന്നേരം സമയങ്ങളിൽ കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടേ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 11 മണി അതുപോലത്തെ സമയത്ത് നമ്മൾ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ സിംറ്റംസ് മാറി കിട്ടുന്നത് വരെ നമ്മളൊരു 2-3 ദിവസം കുടിക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും. എത്ര വലിയ ചുമയായാലും അതുപോലെ തന്നെ കഫക്കെട്ട് എല്ലാം തന്നെ കുറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കും, അതായത് ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.